നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ വേദവ്യാസ വിരചിതമായ മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ പ്രതിപാദിക്കുന്ന ശ്രീകൃഷ്ണാർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന 3-ാമത്തെ അധ്യായത്തിലെ 33 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് നമുക്ക് 34-ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഒന്നുകൂടി വായിക്കാം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യ അർത്ഥേ, ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ ആ വിഷയത്തിൽ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ, ഇഷ്ടമുള്ളതിനോട് രാഗവും ഇഷ്ടമില്ലാത്തതിനോട് ദ്വേഷവും കാണപ്പെടുന്നു. തയോ വശം ന ആഗച്ഛേത്, അവർക്ക് അതായത് ആ രാഗദ്വേഷങ്ങൾക്ക് ഒരിക്കലും വശപ്പെടരുത്. ഹി തൗ അസ്യ പരിപന്ഥിനൗ, കാരണം എന്താണെന്ന് വെച്ചാൽ അവ, അതായത് ഈ രാഗദ്വേഷങ്ങൾ, അസ്യ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഹ്മജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ഈ മോക്ഷത്തിന് പ്രതിബന്ധമായി തീരുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കും മനസ്സ്. എന്നാൽ ആ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പലതുമാണ് ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ദ്വേഷവും ഉണ്ടാവും. അപ്പോൾ അതായത് ഈ ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള സംബന്ധം കൊണ്ടാണ് രാഗദ്വേഷം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ രാഗം ദ്വേഷവും, അല്ലെങ്കിൽ അത് ഇഷ്ടവും അനിഷ്ടവും എന്നെടുക്കാം, ഇത് പ്രകൃതിയിൽ സ്വതേയുള്ള 2 ഭാവങ്ങളാണ്. അപ്പോൾ ഈ ഇഷ്ടാനിഷ്ടങ്ങളുടെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ് ഈ പ്രകൃതിയെ ജയിക്കാനുള്ള ഒരു മാർഗം. ഈ രാഗദ്വേഷം ഉണ്ടായാൽ പിന്നെ കാമം, ക്രോധം തുടങ്ങി പല വികാരങ്ങളും മനസ്സിൽ വളർന്നു വരും. അത് നമ്മളെ ഈ സത്യജ്ഞാനത്തിൽ നിന്ന് വളരെ ദൂരത്തേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് ഇവിടെ അർജുനോട് ഈ രാഗദ്വേഷങ്ങൾക്ക് വശപ്പെടാതെ വിഷയങ്ങളിൽ ബ്രഹ്മഭാവന പുലർത്തണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നാൽ മാത്രമേ ഒരാൾക്ക് ഈ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ നമുക്കൊരു സംശയം തോന്നാം, ഈ രാഗദ്വേഷങ്ങൾക്ക് ഒന്നും വശപ്പെടരുത് മനസ്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടെ ഭഗവാൻ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. അത് ആ സംശയത്തിന് മറുപടിയാണ് അടുത്ത ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. വിഗുണ സ്വധർമ്മ, ഗുണമില്ലാത്ത സ്വധർമ്മം, സ്വനുഷ്ഠിതാത് പരധർമാത് ശ്രേയാൻ, നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാളും ശ്രേയസ്കരമാണ്. സ്വധർമ്മേ നിധനം ശ്രേയ, സ്വധർമ്മമാണ് എന്ന് വന്നാൽ വധം ശ്രേയസ്കരമാണ്. പരധർമ്മ ഭയാവഹ, പരധർമ്മം അനുഷ്ഠിക്കുന്നത് ഭയാവഹമാണ്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജീവിത പരിധിയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാനാണോ ചുമതലപ്പെട്ടിരിക്കുന്നത് അതാണ് അവരുടെ ധർമ്മം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത പരിധികളൊക്കെ വളരെ ഭിന്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മങ്ങളും ഭിന്ന ഭിന്നങ്ങളാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരും അവരവരെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും വളരെ ശരിയായി നിർവഹിക്കുകയും അതിന് വിപരീതമായിട്ടുള്ളത് ചെയ്യാതിരിക്കുകയാണ് സ്വധർമ്മ പരിപാലനം എന്ന് വെച്ചാൽ. ഇപ്പോൾ അതിൻ്റെ ആ രൂപം അല്ലെങ്കിൽ പ്രകൃതി കൊണ്ട് അത് വളരെ നിസ്സാരമാണ് അല്ലെങ്കിൽ വളരെ മോശമാണ് എന്നൊക്കെ തോന്നിയാലും അത് തൻ്റെ ധർമ്മമാണെങ്കിൽ അത് അയാൾ ആചരിക്കുന്ന വേണം. ഇനി വളരെ
നല്ലതാണ്, കണ്ടാൽ നമുക്ക് കേട്ടാലോ കണ്ടാലോ ഒക്കെ വളരെ ആകർഷകമാണ് എന്ന് തോന്നിയാലും മറ്റുള്ളവരുടെ ധർമ്മങ്ങൾ നമ്മൾ ആചരിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല അതുകൊണ്ട് അനർത്ഥം ഉണ്ടാവും ചെയ്യും. കാരണം നമ്മൾ സ്വധർമ്മം വേണ്ടാന്ന് വെച്ചു, പിന്നെ മറ്റുള്ളവരുടെ ധർമ്മം സ്വീകരിക്കുകയും ചെയ്തു. ഇത് രണ്ടും ഒരാൾക്ക് ശ്രേയസ്കരമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പരധർമ്മം, അതായത് മറ്റുള്ളവരുടെ ആ ധർമ്മമാണ് കുറച്ചുകൂടി ശ്രേഷ്ഠം എന്ന് തോന്നിയാലും അവനവൻ്റെ ധർമ്മം മാത്രമാണ് നമ്മൾ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്, മറ്റുള്ളവർക്ക് നല്ലതായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് അനുയോജ്യമായിക്കൊള്ളുന്നില്ല. സ്വധർമ്മം അനുഷ്ഠിച്ചിട്ട് ഒരാൾ മരിച്ചാൽ പോലും അത് ഇഹലോകത്തിലും പരലോകത്തിലും ശ്രേയസ്കരമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തനിക്ക് വിധിച്ചിട്ടുള്ള സ്വധർമ്മങ്ങൾ നിഷ്കാമ രൂപേണ അനുഷ്ഠിച്ചിട്ട് ഈശ്വരാർപ്പണം ചെയ്യുക. വിപരീത ധർമ്മങ്ങളും മറ്റുള്ളവരുടെ അന്യധർമ്മങ്ങളും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് കർമ്മയോഗത്തിൻ്റെ സ്വരൂപം എന്ന് പറയാം. അപ്പോൾ സ്വധർമ്മമാണെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ശ്രേയസ്കരമാണെന്നും പരധർമ്മമാണെങ്കിൽ സന്യാസം പോലും പാപമായിട്ടാണ് ഭവിക്കുക എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന അർജുനന് ഉണ്ടായ അടുത്ത സംശയമാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. വാർഷ്ണേയ, അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ സംബോധന ചെയ്തതാണ്. അല്ലയോ വൃഷ്ണിവംശജനായ കൃഷ്ണ, അഥ അയം പൂരുഷ, അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ അനിച്ഛന്നപി, ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും, കേന പ്രയുക്ത, ആരാൽ പ്രേരിതനായിട്ടാണ്, ബലാത് നിയോജിത ഇവ, ബലമായി നിയോഗിക്കപ്പെട്ട പോലെ, പാപം ചരതി, പാപം ചെയ്യുന്നത്. ഇവിടെ അർജുനൻ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് പ്രേരിപ്പിക്കുന്നത്? പലരും സ്വധർമ്മം വിട്ടിട്ട് പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആർക്കും ദുഃഖമൊന്നും അനുഭവിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. താൻ ചെയ്തിട്ടുള്ള ചീത്ത കർമ്മങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നും അറിയാം. എന്നാലും പിന്നെയും അത് തന്നെ ചെയ്യുന്നു. മാത്രമല്ല ചെയ്യുന്ന പ്രവൃത്തികൾ പലതും മോശമാണ് എന്നുള്ള നല്ല ബോധവും ഉണ്ട്. പക്ഷെ സ്വന്തം ആഗ്രഹത്തിന് വിപരീതമായിട്ടാണെങ്കിൽ പോലും പാപ പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഏതോ ഒരു ശക്തിയുടെ നിയോഗിക്കൽ അല്ലെങ്കിൽ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ അതെന്താണ്? എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും പാപം ചെയ്യാൻ ഇടയാകുന്നത് എന്നതായിരുന്നു അർജുനന്റെ സംശയം. ഇതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകം മുതൽക്ക് ആരംഭിക്കുന്നത്. അത് നമുക്ക് വെള്ളിയാഴ്ച വായിക്കാം. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ